അങ്ങനെ 8 മാസവും 25,000 കിലോമീറ്ററും നമ്മുടെ ഹാരി റിവി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നോട് ഇഷ്ടം പോലെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ DM-ലൂടെയും യൂട്യൂബിൽ കമൻറ്റ് സെക്ഷൻ്റെ അടിയിലും വന്നിട്ട് ഹാരി റിവി ഇപ്പം എങ്ങനെയുണ്ട് ബ്രോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ടാറ്റ ഹാരി റിവി ഇപ്പോൾ എടുത്തിട്ട് 26,500 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഒപ്പീനിയൻ, എന്താണ് ഹാരി റിവി എടുത്തതിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, ആൻഡ് ഹാരി റിവി പുതുതായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ, ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കിട്ടും. അതെ. അപ്പോൾ ഹാരി റിവി വെറും ഹാരി റിവി ഇല്ല, ടാറ്റ ഹാരി റിവി എടുത്തതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്ക് വലിയ തരത്തിലുള്ള റിഗ്രറ്റുകളില്ല. ഒരു കാര്യം ഒഴിച്ച് ഞാൻ എല്ലാ റിവ്യൂവിലും പറയുന്നതാണ് ഈ കാറിൻ്റെ ടയറിൻ്റെ ലൈഫിൻ്റെ കാര്യം. എൻ്റെ വണ്ടിയുടെ RC ബുക്ക് കഴിഞ്ഞ മാസമാണ് എനിക്ക് കിട്ടിയത്. RC ബുക്കിനകത്ത് വണ്ടിയുടെ വെയിറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2750 കിലോയുടെ മുകളിൽ ഭാരമുള്ള ഒരു വണ്ടിയാണ്, അതായത് 2.7 ടൺ ഭാരമുള്ളൊരു വണ്ടിയാണ് ഹാരി റിവി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് തന്നെയാണ് ഇതിൻ്റെ ടയർ ഇടയ്ക്കിടയ്ക്ക് വെട്ടിത്തേയാനും ഇതുപോലെ പെട്ടെന്ന് തീരാനും കാരണമായി ഉള്ളത്. ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ഒരൊറ്റ റീസണാണ് ഞാൻ മെയിൻലി കണ്ടതും എനിക്ക് അനുഭവപ്പെട്ടതും. ഈ വണ്ടിയുടെ റിയർ സൈഡിൽ, ഇതെൻ്റെ റിയർ വീൽ ഡ്രൈവാണ്, ഫിയർലെസ് പ്ലസ് 75 കിലോമീറ്റർ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് റിയറിലെ ടയർ ലൈഫ് വളരെ വളരെ ശോകമാണ്. 14,000 മുതൽ 16,000 17,000 ആണ് മാക്സിമം ടയർ ലൈഫ് സ്റ്റോക്കിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ രണ്ടും MRF ആണ് ഇട്ടേക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പോൾ നിങ്ങൾ പറയും MRFിൻ്റെ പ്രൊമോഷനാണ്. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടിനെൻ്റിൽ ഇടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ യോക്കോഹാമ ഇടാം. ഇതിനൊക്കെ EV സ്പെക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിടാം. ഞാനിപ്പോൾ ബഡ്ജറ്റിൽ MRF കിട്ടിയതുകൊണ്ട് അത് ഇടുന്നു എന്ന് മാത്രം. റേഞ്ചിൻ്റെ കാര്യത്തിലോട്ട് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഹാരി റിവിയുടെ റേഞ്ച്, കമ്പനി പറഞ്ഞ റേഞ്ച് 503 കിലോമീറ്റർ ആണ് റിയൽ ലൈഫിൽ കിട്ടുമെന്ന് പറഞ്ഞത്. C75 ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞത്. നമുക്ക് ദൈവം സഹായിച്ച് ഇതുവരെ 500 കിലോമീറ്ററിന് മുകളിൽ ഞാൻ റേഞ്ച് കണ്ടിട്ടില്ല. എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്ന റേഞ്ച് അന്നും ഇന്നും 420 430 ആണ് മാക്സിമം കിട്ടിയേക്കുന്നത്. നല്ലപോലെ ഓടിച്ച് കഴിഞ്ഞാൽ 430 റേഞ്ചും, അല്ലാതെ ഒരു നമ്മൾ അടിച്ചു പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ 380 390 ഒരു 400 ആവറേജ് നമുക്ക് ഈ വണ്ടിയിൽ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കാണ് ഹാരി റിവി പറ്റിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നല്ല ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ പ്ലാൻ ഉണ്ട്, നിങ്ങളുടെ ഒരു മെയിൻ കാറായിട്ട് പ്രൈമറി കാറായിട്ട് യൂസ് ചെയ്യണം, നല്ല റേഞ്ച് വേണം, നല്ല കംഫോർട്ട് വേണം, നല്ല ഫീച്ചേഴ്സ് വേണം. എന്നാൽ പടവണ്ടാര ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫീച്ചേഴ്സാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് 30 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ SUV EV ആയിരിക്കും ഹാരി റിവി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുക. എനിക്ക് അത് തന്നെയാണ് മേടിച്ച സമയത്തും ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. കംഫോർട്ട് വൈസ് അടിപൊളി വണ്ടിയാണ്. 26,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോഴും ഒരു ട്രിപ്പിൽ പോലും എനിക്ക് ലാഗ് അടിക്കുകയോ ഒരുമാതിരി ശരീരം ക്ഷീണിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും വന്നിട്ടില്ല. വീണ്ടും പോകാൻ, റേഞ്ച് ഇല്ലാത്ത പക്ഷം വീണ്ടും പോകാൻ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ കളർ ഓപ്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഇതുണ്ട്. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു പേഴ്സണലി ഇഷ്ടം, പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ബ്ലാക്ക് പറ്റാത്തത് കൊണ്ട് സെക്കൻഡറി ആയിട്ട് എൻ്റെ മനസ്സിൽ വന്ന കളറാണ് ഈ കിടക്കുന്ന പ്യുവർ ഗ്രേ എന്ന് പറഞ്ഞ കളർ. ഈ കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അന്യായ റോഡ് പ്രസൻസ് ആണ്. ആൾക്കാരും ഒറ്റ വാക്കി പറയുന്നു ഹാരിയറിന് ഏറ്റവും കൂടുതലും ചേരുന്ന കളർ പ്യുവർ ഗ്രേ ആണ്. അതിലേക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും പ്യുവർ ഗ്രേ എന്ന് പറഞ്ഞ കളർ ഇല്ലായിരുന്നു. വൈറ്റ് മാത്രമാണ് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്യുവർ ഗ്രേ വന്ന സമയത്ത് റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ റിസ്ക് എടുത്തേക്കാം. കാരണം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ടെസ്റ്റ് ഡ്രൈവ് പോലും കിട്ടിയിട്ടില്ല, വണ്ടി നേരിട്ട് കാണാനാണ് ഇത് എടുത്തത്. പക്ഷേ റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റോഡ് പ്രസൻസ്, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം, നല്ല ഭംഗി, പിന്നെ ഡിക്രോമും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമായി. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ സ്റ്റോക്കായിരുന്ന സമയത്ത് ഈ കാണുന്ന പോലെ സിൽവർ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആക്കി, ഫുൾ ബമ്പർ, ഫുൾ പോർഷൻസ് ആൻഡ് ഈ സൈഡിൽ കണ്ടോ ഈ പ്ലാസ്റ്റിക് ഏരിയ മൊത്തത്തിലും ഞാൻ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതും കൂടെ ചെയ്തപ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് നല്ല സെറ്റായി. എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ഹാരി റിവി എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലോസി ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എൻ്റെ വണ്ടി കൂട്ടൊക്കെ ഇരിക്കും. ഇനിയും അത് ഞാൻ വിചാരിച്ചു ഈ ഭാഗം കൂടെ ഒന്ന് ഗ്ലോസി ബ്ലാക്ക് ആക്കിയാലോ എന്ന്, പക്ഷേ പിന്നെ വേണ്ട, ഒരുമാതിരി പല്ല് വെച്ച പോലെ ഇരിക്കും. ഇതിപ്പോൾ ബോഡി കളർ ഇങ്ങനെ പോകുന്നു, താഴെ ബ്ലാക്ക് കളറിൽ പോകുന്നു എന്ന് മാത്രം. എല്ലാവരും കാത്തിരുന്ന ഇത്ര നാൾ ഓടിച്ചിട്ട് എനിക്ക് ഈ വണ്ടിയെ തോന്നിയിട്ടുള്ള നെഗറ്റീവ്സിൽ തന്നെ ഈ ഒരു റിവ്യൂ തുടങ്ങാം എന്ന് ഞാൻ കരുതുന്നു. വണ്ടിയുടെ നെഗറ്റീവ് സൈഡിലോട്ട് വരുമ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം, ഈ വണ്ടിക്ക് അന്യായ ബഗ്ഗാണ്. ടാറ്റ അത് എപ്പോഴാണ് ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. ബഗ് എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ആവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിനകത്ത് അലക്സ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചില ദിവസം രാവിലെ വരും വെൽക്കം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത്. ചില സമയത്ത് മാത്രമേ ഗോപിഷടക്കി എന്ന് പറഞ്ഞ് പറയത്തുള്ളൂ. ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ആയി പോകുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. സൗണ്ടിൻ്റെ ഈ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സെറ്റപ്പാണ് സൗണ്ട് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ആയിട്ട് വേറെ മോഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ കയറി സെറ്റിംഗ്സ് ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. ക്വാളിറ്റി ഇഷ്യൂ ഭയങ്കരമായിട്ട് ടാറ്റയുടെ വണ്ടിക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി
ഇതുവരെ ഹാരിയറിന് അത്ര ക്വാളിറ്റി ഇഷ്യൂസ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും റാറ്റ്ലിംഗ് സൗണ്ടും അവിടെ ഇവിടെ ചടപട സൗണ്ടുകൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് മേടിച്ചപ്പോൾ തൊട്ട്. അതേ സർവീസ് സെൻറ്ററിൽ പറഞ്ഞപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അവർ നോക്കുന്നതല്ലാതെ അവർക്ക് ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, മാറ്റാനും പറ്റുന്നില്ല. സോ അതെൻ്റെ കൂടപ്പറപ്പിനെ പോലെ ഇപ്പോൾ എൻ്റെ കാറിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ടയർ ലൈഫിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ, ഗുഡിയറിൻ്റെ കാര്യം. ഗുഡിയറിൻ്റെ ടയർ നിങ്ങൾ റിസ്ക് ആണ് ഈ മഴക്കാലത്ത്. ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ടയർ, ഞാൻ നോക്കുന്ന ഹാരിയർ ഇവിടെ എല്ലാ ടയറും അടിയിൽ ത്രെഡ് പോയി കിടപ്പുണ്ട്. മിക്ക റിയർ വീൽ ഡ്രൈവിൻ്റെയും 4x4 ആണെങ്കിൽ പോലും, ഐ മീൻ QWD ആണെങ്കിൽ പോലും ഫ്രണ്ടിലത്തെ ടയർ തേഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഗുഡിയറിന് ഒരു തരത്തിലുള്ള ഗ്രിപ്പും കാണത്തില്ല. സോ അതുകൊണ്ട് പെട്ടെന്ന് ടയർ മാറ്റിയിട്ട് മാത്രമേ ഹാരിയർ EV മഴക്കാലത്ത് ഉപയോഗിക്കാവൂ. ത്രെഡ് തീർന്ന് കുറച്ചുകൂടെ ഓടുമെന്ന് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല ഭാരമുണ്ട്, നല്ല ടോർക്കുണ്ട്. നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് ഈ വണ്ടി നിൽക്കണമെന്നില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് അന്യായ ബ്രേക്കിംഗ് ആണ്, നല്ല കോൺഫിഡൻസ് ആണ് വണ്ടി തരുന്നത്. അത്ര വലിയ പവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പോകുന്ന പോലെ B6 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവർക്ക് അറിയായിരിക്കും. B6 വെച്ച് നമ്മുടെ കയ്യിൽ തന്നെ B6 ഉണ്ട്. അപ്പോൾ B6 വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ടോർക്കി വണ്ടിയല്ല ഹാരിയർ. ഇതൊരു ലീനിയർ ആയിട്ട് എന്നാൽ പൊളിച്ചോടിക്കാൻ പറ്റിയ ഒരു യമണ്ടൻ SUV, അതാണ് ഹാരിയർ EV. ഹാരിയർ EV എടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒറ്റ കാര്യവും സന്തോഷവും എന്ന് പറയുന്നത് വഴിയിൽ കിടക്കണ്ടല്ലോ. കാരണം 75 കിലോവാട്ടിൻ്റെ വലിയ ബാറ്ററിയാണ്. സോ നല്ല റേഞ്ച് കിട്ടും. ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് പീസ്ഫുള്ളായിട്ട് പോകാം, റോഡിൽ ചാർജ് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലോങ് അങ്ങ് പോയി. ഇപ്പം എൻ്റെ വീട് മാവേലിക്കരയാണ്. സോ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകുമ്പോൾ ഒരു 110 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്ക് മാവേലിക്കര ടു കൊച്ചി പോയിട്ട് കൊച്ചിയിലൊന്ന് കറങ്ങി തിരിച്ച് വീട്ടിൽ സുഖമായിട്ട് വരാനുള്ള റേഞ്ച് ഈ വണ്ടി തരും. അതായത് ഒരു 350 കിലോമീറ്റർ റിയൽ ലൈഫിൽ ഓടി വീട്ടിലെത്തുമ്പോൾ ഒരു 19 കിലോമീറ്റർ ബാക്കി ബാലൻസ് കിട്ടുന്ന രീതിയിൽ റേഞ്ച് ഇതിനകത്തുനിന്ന് കിട്ടും. അങ്ങനെയുള്ള പ്ലാനാണെങ്കിൽ ഹാരിയർ EV ഓക്കെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാവേലിക്കരും തൃശ്ശൂർ പോവാം, എന്നാൽ മാവേലിക്കരും തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരണമെന്ന് വെച്ചാൽ ഒന്ന് ചാർജ് ചെയ്യേണ്ട വരും, ഒന്ന് ടോപ്പപ്പ് ചെയ്യേണ്ട വരും ഈ വണ്ടി. അതിപ്പോൾ ഇതാണെങ്കിലും 9S ആണെങ്കിലും 9e ആണെങ്കിലും B6 ആണെങ്കിലും എല്ലാം 75 കിലോവാട്ടിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ വണ്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ഒരു 200 കിലോമീറ്ററിന് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ടോപ്പപ്പ് വേണം. ഇനി ചാർജ് ആവാൻ എടുക്കുന്ന സമയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് 75 കിലോവാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതായത് 90 കിലോവാട്ടിൻ്റെ മുകളിലോട്ടുള്ള അല്ലെങ്കിൽ 180 കിലോവാട്ടിൻ്റെ മുകളിലോട്ടുള്ള ചാർജറിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 20 to 30 മിനിറ്റ്സ് മതി 10 to അല്ലെങ്കിൽ 20 to 80-85% ചാർജ് ആവാൻ. ഇപ്പോൾ ഞാൻ കുത്തിയിട്ടേക്കുന്നത് 90 കിലോവാട്ടിലാണ്. ഇതിനകത്ത് എനിക്ക് 80 കിലോവാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നോക്ക്, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോവാട്ടാണ്. 81 കിലോവാട്ടിലാണ് സ്പീഡ് ചാർജ് ആവുന്നത്. 45% കൊണ്ടിട്ടിട്ട് 18 മിനിറ്റ് കൊണ്ട് 72% ആയി. എങ്ങനെ പോയാലും ഒരു 90 കിലോവാട്ടിൽ അല്ലെങ്കിൽ 80 കിലോവാട്ടിലാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് സുഖമായി ടോപ്പപ്പ് ചെയ്ത് പോകാനേ ഉള്ളൂ. ഒരിക്കലും 90യുടെ മുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റഷ് പിടിച്ച് പോകുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ പാടില്ല. നല്ല സമയം എടുക്കും. അതെപ്പോഴും മൈൻഡ് വെച്ചോണം. 20 to 80 ടോപ്പപ്പ്, വീണ്ടും again 20 to 80 ഇങ്ങനെ ഓടിച്ച് പോകുക. അല്ലാതെ എപ്പോഴും 100 ആക്കണം എന്നുള്ള വാശി. നിങ്ങൾ ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയ നഷ്ടം വളരെയധികം കൂടും. ഹാരിയർ EV എടുക്കുന്ന സമയത്ത് 9e B6 ആയിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പോൾ 9S വന്നിട്ടുണ്ട്, വിൻഫാസ്റ്റിൻ്റെ പല വണ്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ ഇഷ്ടംപോലെ പല വണ്ടികളും നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഏതാണ് ഇപ്പോഴത്തെ നല്ലൊരു വണ്ടിയെന്ന് നോക്കിയാൽ നിങ്ങളുടെ പർപ്പസ് നോക്കുക, മെയിൻലി നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കുക, ഓട്ടോ ഉണ്ടോ എന്ന് നോക്കുക. ഓട്ടോ ഇല്ലാത്തവർ, ഒരു മാസം ഒരു 1000 കിലോമീറ്റർ പോലും ഓടാത്തവരാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയത്തില്ല 30 ലക്ഷം കൊടുത്ത് ഹാരിയറോ B6 എടുക്കണം എന്നുള്ളത്. അത് മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2000 കിലോമീറ്ററിന് മുകളിൽ, ഒരു 1500 കിലോമീറ്റർ മുകളിൽ ഓട്ടം മാസം മിനിമം ഉണ്ടെങ്കിൽ സുഖമായി എടുത്ത് മുതലാക്കാവുന്ന വണ്ടികളായിരിക്കും ഈ ഒരു പ്രൈസ് കാറ്റഗറി. ഇല്ലെങ്കിൽ നേരെ താഴോട്ട് വെച്ച് പിടിച്ച് കർവോ, പഞ്ചോ, നെക്സോണോ ആ ഒരു കാറ്റഗറി, വിൻസറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ നീഡ് നടത്തിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇത് മുതലാക്കിയെടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. പഞ്ച് മുതലാക്കിയെടുക്കും. ഇപ്പോൾ പഞ്ച് 15 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 13 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വില നമുക്ക് തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഹാരിയറിലോ B6ലോ 9ഇലോ കിട്ടത്തില്ല, 9Sലോ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ മെയിൻ ഒരു കാര്യം, EV എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 3 ഫേസ് മസ്റ്റ് ആക്കിയിട്ടുണ്ട്. 7 കിലോവാട്ടിൻ്റെ മുകളിൽ ചാർജർ വെക്കുന്ന സമയത്ത് 3 ഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 7 കിലോവാട്ടിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല ഇതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് EV ചാർജിങ് വെക്കുന്നത് വളരെ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. സോ അത് ഭയങ്കര ചിലവേറിയ പരിപാടിയാണ്. ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനുള്ള ഓപ്ഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ EV ചിന്തിക്കാവൂ. കാരണം EV വെച്ചതിന് ശേഷം 1 ലക്ഷം 2 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്ത് വയറിങ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഇതുപോലെ 3 ഫേസ് ഉണ്ടായിട്ടും ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതിന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അതിൻ്റെ കാര്യങ്ങൾ അതിനിപ്പോൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. 3 ഫേസ് മസ്റ്റാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അതിനുള്ള വയറിങ്ങും കാര്യങ്ങളും കണ്ടുപിടിച്ചോണം. 7.2 കിലോവാട്ട് ആയിരിക്കും മിനിമം ടാറ്റയ്ക്ക് കിട്ടുന്നത്. മഹീന്ദ്രയ്ക്ക് 11 കിലോവാട്ടിൻ്റെ ആയിരിക്കും. സോ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വയറിങ്ങുകൾ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് EVയിലോട്ട് ചാടുക. അതുമാത്രമല്ല എൻ്റെ വീട്ടിൽ ആക്ച്വലി 5.5 കിലോവാട്ടിൻ്റെ
പാനലാണുള്ളത്. ഓക്കെ, സോളാർ പാനലാണുള്ളത്. അപ്പോൾ ഞാൻ വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചേക്കുന്നത് ഓക്കെ 5 കിലോ വാട്ട് ഉണ്ടല്ലോ, ഹാരിയറൊക്കെ സുഖമായിട്ട് ഓടും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ അധികം ഇപ്പം അങ്ങോട്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാറില്ല. ഞാനിപ്പം പുറത്താണ് കൂടുതലും ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചാർജ് മോഡിലാണ്. ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാരണം ലോങ് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചാർജ് മോഡ് ഇങ്ങനെ കുത്തി ഉപയോഗിക്കാറാണ് പതിവ്. കാരണം ചാർജ് ബോർഡിന് മറ്റുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട്. ഓക്കെ, അതൊരു കാര്യം. വേറൊരു കാര്യം പറയേണ്ടത്, ഈ 5 കിലോ വാട്ടിൽ ഹാരിയർ EV ഓടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓടത്തില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ 2ൽ കൂടുതൽ AC ഉണ്ടെങ്കിൽ ഈ 2 ACയും ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് 5 കിലോ വാട്ടിനകത്ത് ഹാരിയർ EV ഡെയിലി കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മിനിമം ഒരു 8 കിലോ വാട്ടിൻ്റെ സോളാർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 350 രൂപ മിനിമം ചാർജ് അടച്ച് നിങ്ങൾക്ക് സോളാറിൻ്റെ ബെനിഫിറ്റോട് കൂടി ഹാരിയർ EV പോലുള്ള 75 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് മിനിമം ചാർജിൻ്റെ മുകളിൽ എക്സ്ട്രാ കറണ്ട് ബില്ല് വരും എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ യൂസ് കുറയണം. ഈ പറഞ്ഞ പോലെ AC വലുതായിട്ടില്ല, വേറെ കമ്പ്യൂട്ടർ സിസ്റ്റം, വേറെ ലൈറ്റിംഗ് ഒന്നും ഇല്ല, വണ്ടിയും മാത്രമേ ഉള്ളൂ, വണ്ടിയും ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ് നിങ്ങൾ സോളാറിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 5 കിലോ വാട്ടിനകത്ത് ഈ സാധനം ഓടും. ഇപ്പോൾ ശരിക്കും എൻ്റെ 2 കുടുംബ വീടും എൻ്റെ വീടും ലിങ്ക് ചെയ്തിട്ടേക്കാണ് സോളാറിൽ. എന്നിട്ട് തികയുന്നില്ല. ആ വീട്ടിൽ 2000 രൂപ 1500 രൂപ മാസം കറണ്ട് ബില്ല് വരുന്നുണ്ട്. സോ ആ വീട്ടിൽ മിക്കവാറും 5 കിലോ വാട്ട് ഉടനെ വെക്കും. മിക്കവാറും അല്ല, ഈ മാസം തന്നെ വെക്കും. കാരണം കറണ്ട് ബില്ല് എല്ലാ മാസവും ആണല്ലോ സോളാർ വെക്കുമ്പോൾ വരുന്നത്. പിന്നെ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്നതാണ്, ബ്രോ എനിക്ക് ഒരു EV എടുത്താൽ കൊള്ളാമെന്നുണ്ട്, വീട്ടിൽ പെട്രോളിൻ്റെ ചിലവ്, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ചിലവ് ഭയങ്കര കൂടുതലാണ്, പക്ഷേ എനിക്ക് EV എടുക്കുമ്പോൾ ഏതെടുക്കണമെന്ന് അറിയത്തില്ല, ഏതാണ് എൻ്റെ ഓട്ടത്തിന് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചോദിക്കും, ബ്രോ ഹാരിയർ എടുക്കട്ടെ അല്ലെങ്കിൽ B6 എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അവരോട് അവരോട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, ബ്രോ ഓട്ടോ ഉണ്ടോ, എന്താണ് നിങ്ങളുടെ പർപ്പസ്. അപ്പോൾ ഇപ്പോൾ ഒരു പുള്ളിയെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പുള്ളി കാണുന്നുണ്ടെങ്കിൽ ഹായ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ഞാൻ ഗൾഫിലാണ്, അപ്പോൾ എനിക്ക് വല്ലപ്പോഴും നാട്ടിൽ ഒരു സമയത്ത് കറങ്ങാൻ പോകുമ്പോൾ ഒരു EV വേണം, അതായത് പെട്രോൾ അടിക്കാതെ എനിക്ക് കറങ്ങണം, ഇതാണ് പുള്ളിയുടെ പർപ്പസ്. ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓട്ടമില്ലാത്തവർ, ഈ പറഞ്ഞ പോലെ വെക്കേഷൻ മാത്രം നാട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഓട്ടം ലാഭിക്കാൻ വേണ്ടി EV എടുക്കാൻ പാടില്ല. അത് ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം EV എന്ന് പറയുന്ന കാറ് ഭയങ്കര ഡിപ്രിസിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായിരിക്കും, അതായത് ഒരു സെഗ്മെൻറ്റ് കാറായിരിക്കും. കാരണം പ്രീമിയം കാറ് പോലെ തന്നെ, അതായത് ഇപ്പോൾ 30 ലക്ഷം രൂപ വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പരമാവധി 20 ലക്ഷം രൂപ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓട്ടമുണ്ട്, നിങ്ങൾ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്, നിങ്ങൾ ഡെയിലി ഇത്ര കിലോമീറ്റർ ഓടും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം EVയിലോട്ട് പോവുക. കാരണം അല്ലാത്തവർ ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടി ഇനിയിപ്പോൾ എടുക്കാൻ ഞാൻ പറയത്തില്ല. ഹൈബ്രിഡ് നമുക്ക് വലിയ ബഡ്ജറ്റിൽ നല്ല വണ്ടികളൊന്നുമില്ല, ഉള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്തിട്ട് ആവശ്യം വരുന്ന സമയത്ത് EVയിലോട്ട് സ്വിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് EV എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ SUV EV എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല കൊള്ളാവുന്ന അലോയ് വീലൊക്കെ ഇട്ടിട്ട് ഓടിച്ചുകൊണ്ട് ചെത്തി നടക്കണമെന്നുള്ളത്. എൻ്റെ വണ്ടിക്ക് വരുന്നത് 19 ഇഞ്ചാണ്. നല്ല രസമാണ് ആക്ച്വലി ഈ ടയർ. അപ്പോൾ MRF ഇട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ബൾക്കി ഫീലൊക്കെ വരുന്നുണ്ട് സാധനത്തിന്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അലോയ്ക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം വണ്ടിയുടെ വെയിറ്റിനെ ബാധിക്കും, റേഞ്ച് കുറയും, ഈ പറഞ്ഞ പോലെ സസ്പെൻഷന് കംപ്ലയിൻറ്റ് വരാം. ഈ സസ്പെൻഷൻ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വാറണ്ടിയിൽ കിട്ടാതിരിക്കാം. ഇതൊക്കെയാണ് ഒരു റീസൺ ഉള്ളത്. അതുകൊണ്ടാണ് പല ആൾക്കാരും EVയിൽ അലോയ് ഇടാത്തത്. അലോയ് കസ്റ്റമായിട്ട് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. ആ ടീമിനടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ റേറ്റ് പറയുന്നുണ്ട്. പക്ഷേ ആ റേറ്റ് കൊടുത്ത് ഇടുന്നത് വർത്താണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വാറണ്ടി കട്ടാവുമെങ്കിൽ അത് ഇടണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്തോ ലുക്ക് ഭയങ്കരമായിട്ട് കൂടുമെന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ പറയുമ്പോൾ ChatGPTയോടൊക്കെ ചോദിച്ചപ്പോൾ ഇതുപോലത്തെ സാധനമൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഈ ലുക്കിലിട്ട് ഹാരിയർ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള മൂഡിലാണ്. ഏതെങ്കിലും ഒരെണ്ണം ഒത്തി വരുവാണെങ്കിൽ ഇട്ട് നോക്കും, എന്നിട്ട് ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ മാറ്റാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. സർവീസിൻ്റെ കാര്യമാണെങ്കിലും 1500-4000 രൂപയ്ക്കാണ് എനിക്ക് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയിപ്പം 30,000-ലാണ് അടുത്ത സർവീസ് കിടക്കുന്നത്. അപ്പോൾ ഈ 30,000-ന് സർവീസിൽ എനിക്ക് ചിലർ ഗ്രൂപ്പിൽ കിടക്കുന്ന കണ്ടു 8,000 രൂപയായി വിത്ത് വീൽ അലൈൻമെൻറ്റ് 8,800 സംതിങ് ഉണ്ടായി. അപ്പോൾ വീൽ അലൈൻമെൻറ്റ് നിങ്ങൾ എല്ലാ 5000 കിലോമീറ്ററിലും ഹാരിയർ എടുക്കുവാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യണം. പുറത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും ഫാർ ബെറ്റർ. ഷോറൂമിൽ നിന്ന് ചെയ്യണം എന്നൊക്കെ അവർ പറയും. അവർ നിർബന്ധം പറയുന്ന സർവീസിന് മാത്രം ഷോറൂമിൽ നിന്ന് ചെയ്യുക. അല്ലാത്ത പക്ഷം പുറത്ത് കൊടുത്ത് അലൈൻമെൻറ്റ് പ്രോപ്പറായിട്ട് വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടയർ ലൈഫ് കിട്ടും. ഇപ്പോൾ ഈ ഒരു ടയർ അടുത്തോട്ട് നോക്ക്, ഈ ഒരു ടയർ സ്റ്റോക്ക് ഗുഡിയർ ആണ്, ഫ്രണ്ടിലാണ് കിടക്കുന്നത്. 26,000 കിലോമീറ്റർ ഓടിയപ്പോൾ ആണ്ട് ഈ ഒരു ലുക്കാണ്. ഇതൊരു 4,000 കിലോമീറ്റർ കൂടെ ഒക്കെ വലിയ സുഖമായിട്ട് ഓടും. ഗുഡിയറിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ പൊട്ടലും ചീറ്റിലൊക്കെ പെട്ടെന്ന് വരും. അതൊരു മെയിൻ കൺസേൺ ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ഹാരിയർ EVയിൽ ഇപ്പം നിലവിൽ പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹാരിയർ EVയെ കുറിച്ച് ഇതുപോലെ സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അത് വെച്ചിട്ട് ഞാൻ വല്ല ഷോർട്സും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടുമല്ലോ വണ്ടിയെ പറ്റി. വണ്ടി ആക്ച്വലി ഗുഡാണ്, നല്ല രസമാണ്, ഓടിക്കാനാണെങ്കിൽ ഫണ്ണാണ്. സ്പീഡിൽ പോകുമ്പോഴാണെങ്കിലും നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. 120-130 ഒക്കെ ശറപറാന്ന് ഓടുന്ന വണ്ടിയാണ് ഹൈവേ കിടന്ന്. അടിപൊളിയാണ്. ഞാൻ ഇതുവരെ as of now അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസർ എന്ന നിലയിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും